പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസ്റ്റൽ മാനുവൽ വോളിയം 6 പാർട്ട് 3 ആണ്. അതിൻ്റെ 3ാമത്തെ ക്ലാസ്സാണിത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളുടെ എല്ലാ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം, കാണുക. ഡോക്യുമെൻറ്റ് സെൻഡ് വിത്ത് SODL അക്കൗണ്ട്, അതായത് SODL അക്കൗണ്ട് സോഡ, അതായത് SOയിൽ നിന്ന് HOയിലേക്ക് പോകുന്ന SODL അക്കൗണ്ടിൽ ഉൾപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് അല്ല അതിൻ്റെ കൂടെ പോകുന്ന ഡോക്യുമെൻറ്റ്സ് അത് ഏതൊക്കെയാണെന്നാണ് 1, 2, 3 ഇട്ട് പറയുന്നിരിക്കുന്നത്. SO മണി ഓർഡർ ലിസ്റ്റ്, അതായത് മണി ഓർഡറിൻ്റെ സംബന്ധിച്ചുള്ള ലിസ്റ്റുകൾ, അതിൻ്റെ പെയ്ഡ് ആയിട്ടുള്ള വൗച്ചർ ഉൾപ്പെടെയൊക്കെയുള്ള കാര്യങ്ങൾ. PO സർട്ടിഫിക്കറ്റ്സുകൾ, ഇഷ്യൂഡ് ആൻഡ് ഡിസ്ചാർജ്ഡ് ജേർണൽസ്, അതായത് PO സർട്ടിഫിക്കറ്റുകളുണ്ടല്ലോ NSC പോലത്തെയൊക്കെ, അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതായത് ക്ലോസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ട ജേർണൽസ്. ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് വിത്ത് വൗച്ചേഴ്സ്, പല നമ്മുടെ SOയിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെയൊക്കെ ലിസ്റ്റ്, അതിൻ്റെ വൗച്ചർ ഉൾപ്പെടെ. ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സുകളും കൂടെ. ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ പെയ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ IPOയുടെ ലിസ്റ്റ്. മെമ്മോസ് ഓഫ് അൺസോൾഡ് ഇന്ത്യ പോസ്റ്റൽ ഓർഡേഴ്സ് ഇൻ സ്റ്റോക്ക് ആൻഡ് ഓഫ് ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ സോൾഡ്, അതായത് മെമ്മോകൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നത്, അതായത് ഇൻ സ്റ്റോക്ക് വിറ്റുപോകാതെ ഇൻ സ്റ്റോക്കിലുള്ള IPOയുടെ കാര്യങ്ങൾ, പിന്നെ പെയ്ഡ് ആയിട്ടുള്ള IPOയുടെ ഇതൊക്കെ സൂചിപ്പിക്കുന്ന മെമ്മോകളുണ്ടാവും അതിൻ്റെ കൂടെ. ട്രഷറി റെസിപ്റ്റ് ഓർ വൗച്ചർ ഫോർ മണി പെയ്ഡ് ഇൻ ടു ഓർ ഡ്രോൺ ഫ്രം ദ ട്രഷറി ബാങ്ക്, അതായത് ഈ ട്രഷറിയിൽ നിന്നും ബാങ്കിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വലിച്ചതും അങ്ങോട്ട് കൊണ്ട് കൊടുത്തതുമായിട്ടുള്ള മണിയെ സംബന്ധിച്ചുള്ള റെസിപ്റ്റുകൾ അല്ലെങ്കിൽ വൗച്ചറുകൾ. സൈൻഡ് റെസിപ്റ്റ്സ് ഫോർ ആൾ ഇൻവേർഡ് ഫോറിൻ പാഴ്സൽസ് ചാർജ് വിത്ത് കസ്റ്റംസ് ഡ്യൂട്ടി, ഇങ്ങോട്ട് വന്ന ഇൻവേർഡ് ഫോറിൻ പാഴ്സൽസ്, ഇന്ത്യയിലേക്ക് വന്ന ഫോറിൻ പാഴ്സലുകളിൽ കസ്റ്റംസ് ഡ്യൂട്ടി വരുന്ന കേസുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് അത് സൈൻ ചെയ്ത റെസീപ്റ്റ്, കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ആ റെസീപ്റ്റ് സൈൻ ചെയ്തത്. എഗ്രിമെന്റ് സൈൻഡ് ബൈ സെൻഡേഴ്സ് ഓഫ് പാഴ്സൽ വിത്ത് ചാർജസ് പ്രീപെയ്ഡ്, അതായത് ഈ പാഴ്സലിന്റെ ചാർജസ് എല്ലാം പ്രീപെയ്ഡ് ചെയ്യുന്ന കേസുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഈ സെൻഡേഴ്സ് സൈൻ ചെയ്ത് നൽകിയിട്ടുള്ള എഗ്രിമെന്റ്. ദ ഡെയിലി അക്കൗണ്ട്സ് ഓഫ് ദ BOs ഇൻ ഡയറക്റ്റ് അക്കൗണ്ട് വിത്ത് ദ SO, അതായത് ആ SOയുമായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള BOയിൽ നിന്ന് വരുന്ന BO ഡെയിലി അക്കൗണ്ട് ബോർഡാ, ആ BO ഡെയിലി അക്കൗണ്ട്സ് ഇതിൻ്റെ കൂടെ SO ഡെയിലി അക്കൗണ്ടിൻ്റെ കൂടെ HOയിലേക്ക് അയക്കുന്നതാണ്. അക്വിറ്റൻസ് റോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മണി പേയ്മെൻറ്റ് നടത്താനുള്ള ആൾക്കാർക്ക് പൈസ ഡിസ്പേഴ്സ് ചെയ്യാനുള്ളൊരു ഡോക്യുമെൻ്റാണ്. അതിനകത്ത് സൈൻ ചെയ്തിട്ട് പൈസ കൊടുക്കുക. ഷെഡ്യൂൾ ഓഫ് പെൻഷൻ പേയ്മെൻറ്റ്സ് ബോത്ത് P&T ആൻഡ് ഇന്ത്യൻ മിലിറ്ററി, അതായത് പെൻഷൻ പേയ്മെൻറ്റുകളുടെ ഷെഡ്യൂളുകൾ. വോയിഡ് മണി ഓർഡേഴ്സ് പെയ്ഡ്, വോയിഡ് മണി ഓർഡർ റിട്ടേൺ അൺപെയ്ഡ്, അതായത് പേ ചെയ്യാൻ പറ്റാത്ത മണി ഓർഡറുകൾ, വോയിഡ് മണി ഓർഡേഴ്സ്, അത് അൺപെയ്ഡായിട്ട് തിരിച്ചു വന്നതൊക്കെ ഇതിൻ്റെ കൂടെ അയക്കും. സൈൻഡ് റെസിപ്റ്റ്സ് ഇൻ ഫോം ACG 17, അതായത് മണി റെസിപ്റ്റുകൾ, അറിയാലോ മണി റെസിപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിട്ടുണ്ട് മണി റെസിപ്റ്റുകൾ എഴുതുന്നത്. ലിസ്റ്റ് ഓഫ് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഇൻഷുർഡ് ആർട്ടിക്കിൾസ് ഇഫ് എനി, എന്തെങ്കിലും രജിസ്റ്റേർഡുകൾ ഇൻഷുർഡ് ആർട്ടിക്കിളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ HOയിൽ വിട്ടത്. റെമിറ്റൻസസ് ത്രൂ സ്പെഷ്യൽ കാരിയേഴ്സ് വഴി പൈസ കൊടുത്തുവിടുന്ന കാര്യം, അത് SOയിൽ നിന്ന് HOയിലേക്ക്. നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, അത് HOയിൽ നിന്ന് SOയിലോട്ട്, ഇത് SOയിൽ നിന്ന് HOയിലോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്. When a remittance is to be made from SO to HO through a postman, overseer or other subordinate, amount should be either carrier through, അതായത് പറയുന്നത് ഒരു കാരിയർ വഴി, അത് പോസ്റ്റ്മാൻ ആയിക്കോട്ടെ, ഓവർസിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബോർഡിനേറ്റ്സ് ആയിക്കോട്ടെ, അവർ വഴി ഒരു SOയിൽ നിന്ന് HOയിലേക്ക് പൈസ കൊടുത്തു വിടുമ്പോഴത്തേക്കും അത് ലൂസായിട്ടും കൊടുത്തു വിടാം. ഓർ എൻക്ലോസ് ഇൻ എ ക്യാഷ് ബാക്ക് ആസ് പെർ ദ മെത്തേഡ് പ്രിസ്ക്രൈബ്ഡ്, താഴെ പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ലൂസായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാഷ് ബാഗിനുള്ളിലിട്ടോ പൈസ കൊടുത്തു വിടാമെന്നാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ഇഫ് ദ ക്യാഷ് ഈസ് ടു ബി റെമിറ്റഡ് ത്രൂ ക്ലോസ്ഡ് ക്യാഷ് ബാഗിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ദ മണി ടുഗദർ വിത്ത് മെമ്മോ ഗിവിംഗ് ദ ഡീറ്റെയിൽഡ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ക്യാഷ് വിൽ ബി പുട്ട് ഇൻസൈഡ് ദ ക്യാഷ് ബാഗ് ആൻഡ് ദ ബാഗ് ഷുഡ് ബി ക്ലോസ്ഡ് വെയ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ കാരിയർ, അതായത് ക്യാഷ് ബാഗിലിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ പൈസയും വിത്ത് മെമ്മോ, അതിൻ്റെ കൂടെ മെമ്മോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പൈസയുടെ ഡീറ്റെയിൽസ് എല്ലാം സൂചിപ്പിക്കുന്ന മെമ്മോയും വെച്ചിട്ട് അതിൻ്റെ കൂടെ ക്യാഷോടെ വെച്ചിട്ട് ക്യാഷ് ബാഗിലിട്ടിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യണം. അത് ആരുടെ പ്രസൻസിൽ, കാരിയറുടെ പ്രസൻസിൽ. ഹു ഈസ് റിക്വയർഡ് ടു ഗ്രാൻഡ് റെസിപ്റ്റ് ഇൻ ദ SO അക്കൗണ്ട് ബുക്ക് ആൻഡ് കാരിയർ എൻട്രൻസ് വെയിറ്റ്, അതായത് ഈ കാരിയർ അതിൻ്റെ വെയിറ്റ് വേർഡ്സിലും ഫിഗേഴ്സിലൊക്കെ എഴുതിയിട്ട് അത് ട്രഷറേഴ്സ് ക്യാഷ് ബുക്കിലോ അല്ലെങ്കിൽ SO അക്കൗണ്ട് ബുക്കിലോ ഒപ്പിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. റെസിപ്റ്റ് കൊടുക്കണം.
The SPM should write the amount sent in loose or amount sent through closed cash bag in the book or diary of the overseer. എന്നിട്ട് SPM ആ കൊടുത്തുവിട്ട തുക, അത് ലൂസായിക്കോട്ടെ, ക്യാഷ് ബാഗിലിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തായിക്കോട്ടെ, ആ എമൗണ്ട് ഈ ക്യാഷ് ഓവർസിയറുടെ ബുക്കോ അല്ലെങ്കിൽ ഡയറിക്കകത്ത് എഴുതണം എന്നാണ് പറയുന്നത്. SPM of the office which enters cash to overseer should ensure seeing the diary of the overseer that the prescribed limit of the cash to be conveyed is not exceeded. The SPM will also note a suitable remark in the daily account. അതായത് ഈ SPM എന്നിട്ട് ചെക്ക് ചെയ്യണം ഈ ക്യാഷ് ഓവർസിയറിൽ കയ്യിൽ കൊടുത്തുവിട്ട ഈ ക്യാഷ് എമൗണ്ട് കറക്റ്റായിട്ടുള്ള ലിമിറ്റിൽ പെടുന്നുണ്ടോ, അത് കൺവേ ചെയ്യാനായിട്ടുള്ള ലിമിറ്റിൽ, കൊടുത്തുവിടാൻ പറ്റിയ ലിമിറ്റിൽ അത് നിൽക്കുന്നുണ്ടോ, പിന്നെ ഈ കാര്യങ്ങൾ ഈ കൊടുത്തുവിട്ട റെമിറ്റൻസ് നടത്തിയ കാര്യം അക്കൗണ്ട് ബുക്കിൽ, ഡെയിലി അക്കൗണ്ട് ബുക്കിൽ ഒരു റിമാർക്കായിട്ട് നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. The SPM will see that book or diary of the overseer on his return and ensure that receipt for remittance has been obtained. SPM എന്നിട്ട് ഈ ഒരു ഓവർസിയറിന്റെ ബുക്ക് ഓർ ഡയറി ഉണ്ടല്ലോ, അത് തിരിച്ചു കൊണ്ടുവരുമല്ലോ, റെമിറ്റൻസ് നടത്തിയിട്ട് ഈ പുള്ളി തിരിച്ചു തരുമല്ലോ. അപ്പോൾ ആ ഒരു ബുക്കോ അല്ലെങ്കിൽ ഡയറിയിൽ പരിശോധിക്കണം. അതായത് ഈ പൈസ അവിടെ കൊണ്ടു കൊടുത്തിട്ട് അതിൻ്റെ റെസിപ്റ്റ് അതിനകത്ത് മേടിച്ചിട്ടുണ്ടോ എന്ന്, അക്നോളജ്മെന്റ് അതിനകത്ത് മേടിച്ചിട്ടുണ്ടോ എന്ന് SPM ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ നമുക്കറിയാമല്ല കാര്യം. The treasurer should count the cash in the presence of the subordinate clerk and give receipt for remittance in the carrier book or diary. അപ്പോൾ ഇത് പറയുന്നത് അങ്ങ് ഈ ക്യാഷ് അങ്ങ് HL ചെല്ലുമ്പോഴത്തേക്കും അവിടെ ചെയ്യുന്ന പരിപാടികളാണ്. അവിടെ ട്രഷറർ ക്യാഷ് എണ്ണും ഇൻ ദ പ്രസൻസ് ഓഫ് സബ് അക്കൗണ്ട് ക്ലർക്ക്. സബ് അക്കൗണ്ട് ക്ലർക്കിൻ്റെ പ്രസൻസിൽ ഈ കൊണ്ടുവന്ന ഈ ക്യാരിയർ കൊണ്ടുവന്ന ക്യാഷ് എണ്ണും. ആൻഡ് ഗീവ് റെസീറ്റ് ഫോർ റെമിറ്റൻസ് ഇൻ ദ ക്യാരിയർ ബുക്ക് ഓർ ഡയറി. എന്നിട്ട് ഈ ക്യാരിയർ ബുക്കോ അല്ലെങ്കിൽ ഡയറിക്കകത്ത് റെമിറ്റൻസിൻ്റെ റെസിപ്റ്റ് കൊടുക്കും, കൊണ്ടുവന്നു എന്നുള്ളതിനകത്ത്. ഇഫ് ദ റെമിറ്റൻസ് ഹാസ് ബീൻ റിസീവ്ഡ് ഇൻ ക്ലോസ്ഡ് ക്യാഷ് ബാഗ്, ഇനി അത് ക്ലോസ്ഡ് ക്യാഷ് ബാഗിലാണ് ഈ ക്യാരിയർ കൊണ്ടുവന്നതെങ്കിൽ ദ ബാഗ് ഷുഡ് ബി കെയർഫുള്ളി എക്സാമിൻഡ്. ആ ബാഗ് പരിശോധിക്കും, വെയ്ഡ് തൂക്കി നോക്കും, ഓപ്പൺഡ് തുറക്കും, കണ്ടൻസ് കൗണ്ടഡ് ആൻഡ് കമ്പയർഡ് വിത്ത് ദ മെമ്മോ ബൈ ദ ട്രഷറർ ഇൻ ദ പ്രസൻസ് ഓഫ് ദ SAC. എന്നിട്ട് ഇതിനകത്തെ കണ്ടൻസ് അതിനകത്ത് മെമ്മോ അനുസരിച്ച്, മെമ്മോയ്ക്കകത്ത് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. ട്രഷറർ ആരുടെ പ്രസൻസിൽ? സബ് അക്കൗണ്ട് ക്ലർക്കിന്റെ പ്രസൻസ്. ഇത്രയും പറഞ്ഞെങ്കിലും ഇത്രേ ഉള്ളൂ. ബാഗ് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് തുറന്നു നോക്കിയിട്ട് അതിനകത്തെല്ലാം കറക്റ്റായിട്ട് പക്കായിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് ആ ക്യാരിയറിന്റെ ബുക്കിൽ റെസിപ്റ്റ് കൊടുക്കും. അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇതൊക്കെ നോക്കുന്നത് ട്രഷററാണ്, ഇൻ പ്രസൻസ് ഓഫ് SAC ആണ്. അത് മാത്രമാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത് എക്സാം വൈസിൽ. ദെൻ ദ ട്രഷറർ ഷുഡ് ഗീവ് എ റെസീറ്റ് ഇൻ ദ ക്യാരിയേഴ്സ് ബുക്ക് ഓർ ഡയറി വേർ ദ ട്രഷറർ ഷുഡ് റൈറ്റ് ദ വെയിറ്റ് ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ്. എന്നിട്ട് ഈ ക്യാരിയറിന്റെ ബുക്ക് അല്ലെങ്കിൽ ഡയറിക്കകത്ത് റെസിപ്റ്റ് കൊടുക്കും ട്രഷറർ. അപ്പോൾ അത് കൊടുക്കുന്നത് അപ്പോൾ ഈ വെയിറ്റ് വേർഡ്സിലും ഫിഗേഴ്സിലും ട്രഷററിനകത്ത് എഴുതും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് 5ാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. The amount received should be compared with the daily account which may be received earlier or later, and if the entry is found correct, it should be initialed by the treasurer so that it may be ascertained by the SAC. അതായത് ഈ പൈസ കിട്ടിയ പൈസ കമ്പയർ ചെയ്ത് നോക്കും ഡെയിലി അക്കൗണ്ടിൽ നിന്ന്. ഈ SOയിൽ എന്ന് പറഞ്ഞ ഡെയിലി അക്കൗണ്ടിൽ സൂചിപ്പിച്ച ഈ റെമിറ്റൻസും ഈ കിട്ടിയ പൈസയും തുല്യമാണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കും. തുല്യമാണെങ്കിൽ അത് ഇറ്റ് ഷുഡ് ബി ഇനിഷ്യൽഡ് ബൈ ദ ട്രഷറർ, ഇനിഷ്യൽ ചെയ്യും. അപ്പോൾ അത് SACക്ക് അക്സെപ്റ്റ് ചെയ്യാം. ആ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കമ്പാരിസൺ ഡെയിലി അക്കൗണ്ടിലും വന്ന പൈസയും തുല്യമാണോ കാണിച്ചിരിക്കുന്നത്. കണ്ടൻസ് ഓഫ് ആൻ അക്കൗണ്ട് ബാഗ് ഫ്രം SO ടു H. SOയിൽ നിന്ന് Hലേക്ക് പോകുന്ന അക്കൗണ്ട് ബാഗുള്ള കണ്ടൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അക്കൗണ്ട് ബാഗ്, അപ്പോൾ അക്കൗണ്ട് ബാഗിനകത്ത് എന്തൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ആൻ അക്കൗണ്ട് ബാഗ് ഫ്രം SO ടു H മേ കണ്ടെയ്ൻ ഡെയിലി അക്കൗണ്ട്. ഡെയിലി അക്കൗണ്ട് അതിനകത്തുണ്ടാവും. ആൻഡ് ഡോക്യുമെന്റ്സ് അക്കമിനേറ്റ് സി റൂൾ 38 നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. SODL അക്കൗണ്ടിൻ്റെ കൂടെ പോകുന്ന ഡോക്യുമെന്റ്സുകൾ. അപ്പോൾ ആ ഡോക്യുമെന്റ്സുകൾ ഉണ്ടാവും. അൺരജിസ്റ്റേഡ് ആർട്ടിക്കിൾസ് ഓഫ് ലെറ്റർ മെയിൽ, അൺരജിസ്റ്റേഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, അത് പെയ്ഡ് അൺപെയ്ഡ് ഒക്കെ ഉണ്ടാവും. വിച്ച് ഇൻഷ്യൂർ ഉണ്ടാവും. രജിസ്റ്റേഡ് ആർട്ടിക്കിൾസ് ഉണ്ടാവും HLേക്കുള്ള. ആൻഡ് അൺപെയ്ഡ് ആർട്ടിക്കിൾസ് ഓഫ് ദ ലെറ്റർ മെയിൽ വിച്ച് ആർ ടു ബി റീഡയറക്റ്റ് ചെയ്യാനുള്ള അൺപെയ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത്, ക്യാഷ് ബാഗ് ഉണ്ടെങ്കിൽ അത് ഒക്കെ ഉണ്ടാവും ഈ അക്കൗണ്ട് ബാഗിനകത്ത്. ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട് ബാഗ്സ് ഇൻ ദ ഹെഡ് ഓഫീസ്. HOയിൽ അക്കൗണ്ട് ബാഗിന്റെ ഓപ്പണിങ്. അക്കൗണ്ട് ബാഗിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പോയിന്റ് നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ 39-ൽ. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ട് ബാഗ് HOയിൽ ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. The account bags of SOs received by HO will be made over by the mail or delivery department under receipt with the treasurer. അതായത് ഈ SOയിൽ നിന്ന് ലഭിച്ച അക്കൗണ്ട് ബാഗുകൾ മെയിൽ അല്ലെങ്കിൽ ഡെലിവറി ഡിപ്പാർട്ട്മെന്റ് ആണ്
ഈ ട്രഷറർക്ക് കൈമാറുന്നത്. ആ ട്രഷറർ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അത് അവരെ നിന്ന് മേടിക്കുന്നത്. ഹു വിൽ എക്സാമിൻ ദീസ് കെയർഫുള്ളി. എന്നിട്ട് ട്രഷറർ ഇത് എക്സാമിൻ ചെയ്യും ആ ബാഗ് ആൻഡ് വിൽ സീ ദാറ്റ് ദ ബാഗ് സീൽ കോഡ് ആൻഡ് ദ ലേബർ ആർ ഇൻ ഗുഡ് കണ്ടീഷൻ. അതിൻ്റെ ആ ബാഗ് പിന്നെ അതിനകത്തുള്ള സീല്, ചരട്, ലേബിൾ ഇതൊക്കെ നല്ല കണ്ടീഷനാണെന്ന് നോക്കും. ദെൻ ഈച്ച് അക്കൗണ്ട് ബാഗ് വിൽ ബി ഓപ്പൺഡ് ബൈ ദ ട്രഷറർ ഇൻ ദ പ്രസൻസ് ഓഫ് SAC. എന്നിട്ട് ഓരോ അക്കൗണ്ട് ബാഗുകളും ഈ ട്രഷറർ ഓപ്പൺ ചെയ്ത് നോക്കും. ആരുടെ പ്രസൻസിൽ? SACയുടെ പ്രസൻസിൽ. ഇഫ് ദ അക്കൗണ്ട് ബാഗ് കണ്ടെയ്ൻസ് ക്യാഷ് ബാഗ് ദ ട്രഷറർ വിൽ റീറ്റെയിൻ ഇറ്റ് ആൻഡ് ഹാൻഡ് ഓവർ ദ റെസ്റ്റ് ഡോക്യുമെന്റ്സ് ടു ദ SAC. അതിനകത്ത് ക്യാഷ് ബാഗ് ഉണ്ടെങ്കിൽ, അക്കൗണ്ട് ബാഗിൽ ക്യാഷ് ബാഗ് ഉണ്ടെങ്കിൽ അത് ട്രഷറർ എടുക്കും. എന്നിട്ട് ബാക്കിയുള്ള റെസ്റ്റ് ഡോക്യുമെന്റ്സ്, ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഹാൻഡ് ഓവർ ടു SAC, സബ് അക്കൗണ്ട് ക്ലർക്കിന് കൈമാറും. The SAC will immediately check the SODL account and will see any remittance has been advised or not. ഇനി പറയുന്നത് SAC ചെയ്യുന്ന കാര്യമാണ്. SAC എന്ത് ചെയ്യും? ഉടനെ തന്നെ ചെക്ക് ചെയ്യും SODL അക്കൗണ്ടിനകത്ത് എന്തെങ്കിലും റെമിറ്റൻസ് സൂചിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. SODL അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ടാണ് അത് എന്തെങ്കിലും റെമിറ്റൻസ്, പൈസ കൊടുത്തുവിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ. ഇഫ് എനി റെമിറ്റൻസ് ഹാസ് ബീൻ അഡ്വൈസ്ഡ്, അതിനകത്ത് എന്തെങ്കിലും റെമിറ്റൻസ് കൊടുത്തുവിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് കണ്ട് SAC. ബട്ട് നോ ക്യാഷ് ബാഗ് ഹാസ് ബീൻ റിസീവ്ഡ്. പക്ഷേ ക്യാഷ് ബാഗ് ഒന്നും വന്നില്ല. ദെൻ ദ ഹെഡ് പോസ്റ്റ് മാസ്റ്റർ ഷുഡ് ബി കാൾഡ് ഫോർ ഇമ്മീഡിയറ്റ്ലി ടു മേക്ക് ആൻ ഇമ്മീഡിയറ്റ് ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെയുള്ള സമയത്ത് പോസ്റ്റ് മാസ്റ്ററെ അറിയിക്കും. പോസ്റ്റ് മാസ്റ്റർ പെട്ടെന്നൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി അതിൻ്റെ പുറത്ത്. ഇഫ് ദ അക്കൗണ്ട് ബാഗ് ഓർ ക്യാഷ് ബാഗ്സ് ആൻഡ് ലൂസ് received from SO by the HO after the close of the daily transactions. അതായത് HOയുടെ ഡെയിലി ട്രാൻസാക്ഷൻ ക്ലോസ് കഴിഞ്ഞിട്ട് ഒരു ലൂസായിട്ട് ഒരു അക്കൗണ്ട് ബാഗ് അല്ലെങ്കിൽ ക്യാഷ് ബാഗ് ഒരു ഏതെങ്കിലും ഒരു SOയിൽ നിന്ന് HOയിലേക്ക് ലഭിക്കുകയാണെങ്കിൽ ദ സെയിം ഷുഡ് ബി മെയ്ഡ് ഓവർ ബൈ ദ, ആ കാര്യത്തിലും ഈ ഡെലിവറി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മെയിൽ ഡിപ്പാർട്ട്മെന്റ് അത് ട്രഷറർക്ക് കൈമാറും. ഡിസ്ക്രൈബിംഗ് ദ ക്യാഷ് ബാഗ് ആൻഡ് ദ നെയിം ഓഫ് ദ SO, അതായത് ആ വന്ന SOയുടെ കാര്യമൊക്കെ, ഏത് SOയിൽ നിന്നാണ് വന്നതെന്ന കാര്യമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട്. ദ ട്രഷറർ ഷുഡ് കീപ് ആൾ ദീസ് ബാഗ്സ് ഫോർ ദ നൈറ്റ് securely locked up in the joint custody of the postmaster and treasurer duly entered in the column C of the HO summary. അപ്പം അങ്ങനെയുള്ള സമയത്ത് ലേറ്റായിട്ട് കിട്ടിയ സമയത്ത് അക്കൗണ്ട് ബാഗ് അല്ലെങ്കിൽ ക്യാഷ് ബാഗ് അതെന്തായാലും അന്നത്തെ പരിപാടി നടക്കത്തില്ല, കാരണം ഡെയിലി ട്രാൻസാക്ഷൻസ് കഴിഞ്ഞ്. അപ്പോൾ അത് രാത്രിത്തേക്ക് വേണ്ടിയിട്ട് രാത്രിയിൽ അത് സെക്യൂറായിട്ട് ലോക്ക് ചെയ്ത് വെക്കും. ജോയിൻറ്റ് കസ്റ്റഡിയിലാണ് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് മാസ്റ്റർ ആൻഡ് ട്രഷറർ ജോയിൻറ്റ് കസ്റ്റഡി ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ ആൻഡ് ട്രഷറർ ഡ്യൂലി എൻറ്റേർഡ് ഇൻ കോളം C ഓഫ് ദ HO സമ്മറി. HO സമ്മറിയിലെ കോളം സിയിൽ ഈ കാര്യം സൂചിപ്പിക്കുകയും ചെയ്യും, എൻട്രി ചെയ്യാനകത്ത് ആ കോളത്തിൽ, കോളം സിയിൽ ഓഫ് HO സമ്മറി. ഓപ്പണിംഗ് ഓഫ് ക്യാഷ് ബാഗ്സ് ഇൻ ദ ഹെഡ് ഓഫീസ്. HOയിൽ ക്യാഷ് ബാഗ് ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ ക്യാഷ് ബാഗ് ഇസ് റിസീവ്ഡ് ആസ് അഡ്വൈസ്ഡ് ഇൻ ദ SODL അക്കൗണ്ട്. SODL അക്കൗണ്ട് സൂചിപ്പിച്ച പ്രകാരം ക്യാഷ് ബാഗ് HOയിൽ റിസീവ് ആകുമ്പോഴത്തേക്കും ട്രഷറർ വിൽ എക്സാമിൻ, ട്രഷറർ നോക്കും ബാഗിൻ്റെ കണ്ടീഷൻ, അതിൻ്റെ സീലിൻ്റെ കണ്ടീഷൻ, ചരട്, ലേബിൾ. ആൻഡ് ഇഫ് ദ ക്യാഷ് ബാഗ് ഈസ് എ ലെതർ ക്യാഷ് ബാഗ്, അത് ലെതർ ക്യാഷ് ബാഗ് ആണെങ്കിൽ അതിൻ്റെ ലോക്കിൻ്റെ കണ്ടീഷൻ നോക്കും. ഷുഡ് ഓൾസോ ബി ചെക്ക്ഡ് ആൻഡ് ക്യാഷ് ബാഗ് ഷുഡ് ബി വെയ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് SAC, സബ് അക്കൗണ്ട് ക്ലർക്കിൻ്റെ പ്രസൻസിൽ അത് തൂക്കി നോക്കും. ആൻഡ് കമ്പയർഡ് വിത്ത് ദ വെയ്റ്റ് നോട്ട് ഇൻ ദ ഡെയിലി അക്കൗണ്ട്, ആ ഡെയിലി അക്കൗണ്ടിൽ സൂചിപ്പിച്ചതും തൂക്കി നോക്കിയതും തുല്യമാണോ എന്ന് നോക്കും. ഇഫ് ദ വെയ്റ്റ് ഓഫ് ദ ക്യാഷ് ബാഗ് ഈസ് ഡിഫേർഡ്, ഇനി ആ തൂക്കി നോക്കുമ്പോഴത്തേക്കും വെയ്റ്റ് ഡിഫറൻസ് കാണിക്കുന്നു, ദ കൺസേൺഡ് ക്യാഷ് ബാഗ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെഡ് പോസ്റ്റ് മാസ്റ്റർ. അങ്ങനെയുള്ള സമയത്ത് ആ ക്യാഷ് ബാഗ് ഹെഡ് പോസ്റ്റ് മാസ്റ്ററെ ഏൽപ്പിക്കും. ഹു വിൽ പേഴ്സണലി ഓപ്പൺ ഇറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് വിറ്റ്നസ്. അപ്പം പിന്നെ പോസ്റ്റ് മാസ്റ്റർ അത് പേഴ്സണലി ഓപ്പൺ ചെയ്യും ഒരു വിറ്റ്നസിൻ്റെ പ്രസൻസിൽ. ഇഫ് ദ വെയ്റ്റ് ഓഫ് ദ ക്യാഷ് ബാഗ് ഈസ് ഫൗണ്ട് കറക്റ്റ്, എന്നാൽ പ്രശ്നമൊന്നുമില്ല, വെയ്റ്റ് പക്കാനാണെങ്കിൽ ദ ക്യാഷ് ബാഗ് വിൽ ബി ഓപ്പൺഡ് ബൈ ദ ട്രഷറർ. അപ്പോൾ ട്രഷറർ തന്നെ അത് ഓപ്പൺ ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് SACയുടെ പ്രസൻസിൽ. ആൻഡ് ദെൻ ദ ട്രഷറർ വിൽ കൗണ്ട് ദ കണ്ടൻസ് ഇൻ ഇറ്റ് ആൻഡ് വിൽ കമ്പയർ വിത്ത് എൻട്രീസ്. അതായത് ഡെയിലി അക്കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടതിനകത്ത് ഉള്ള കണ്ടൻസ് എല്ലാം തുല്യമാണെന്ന് നോക്കും. If the cash is found correctly received, the treasurer will initial in the daily account. എല്ലാം പക്കയാണെങ്കിൽ ആ ഡെയിലി അക്കൗണ്ടിൽ ട്രഷറർ ഇനിഷ്യൽ ചെയ്യും. ഇഫ് ദ എമൗണ്ട് റിസീവ്ഡ് ഡിഫേഴ്സ് ഫ്രം ദ എൻട്രി ഇൻ ദ ഡെയിലി അക്കൗണ്ട്, എന്നാൽ ഡെയിലി അക്കൗണ്ടിൽ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമാണ് ലഭിച്ച പൈസയെങ്കിൽ, ആ എമൗണ്ട് എങ്കിൽ, ദ പോസ്റ്റ് മാസ്റ്റർ ഷുഡ് ബി കാൾഡ് ഇമ്മീഡിയറ്റ്ലി, പോസ്റ്റ് മാസ്റ്റർ അറിയിക്കും. ആൻഡ് ദ ആക്ച്വൽ എമൗണ്ട് ഫൗണ്ട് ഇൻ ദ ക്യാഷ് ബാഗ് ഷുഡ് ബി റിട്ടൺ ബൈ ദ പോസ്റ്റ് മാസ്റ്റർ ഹൂ വിൽ ഇനിഷ്യൽ ഇൻ ദ ഡെയിലി അക്കൗണ്ട്. ആ ഡെയിലി അക്കൗണ്ടിൽ ആക്ച്വലി അതിനകത്തുള്ള എമൗണ്ട് സൂചിപ്പിച്ചിട്ട് അത് പോസ്റ്റ് മാസ്റ്റർ ഇനിഷ്യൽ ചെയ്യും. ആൾസോ ദ ട്രഷറർ ഇനിഷ്യലേറ്റ്, അത് ട്രഷറും കൂടെ ഇനിഷ്യൽ ചെയ്യും. ചെക്ക് ഓഫ് അക്കൗണ്ട് ഐറ്റംസ് ഇൻ HO, അതായത് SAC ഓഫ് HO, സബ് അക്കൗണ്ട് ക്ലർക്ക് ഓഫ് HO
കമ്പയർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് ഈ അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുള്ള സോൾഡൊക്കെ. അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം എച്ച് ഒയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ക്യാഷ് കറക്റ്റായിട്ട് ഡെയിലി അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതർ അക്കൗണ്ട് ഐറ്റംസ്, അതായത് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോവാണ്, സിമ്പിളായതുകൊണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ MO ലിസ്റ്റുകൾ ചെക്ക് ചെയ്യണം. പിന്നെ SB RD TD ട്രാൻസാക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടോ. PO സർട്ടിഫിക്കറ്റ് ലിസ്റ്റുകളൊക്കെ ചെക്ക് ചെയ്യണം. ട്രഷറി വൗച്ചേഴ്സ് റിസീപ്റ്റ്സ്, അതായത് ബാങ്കിലോട്ട് പൈസ അടച്ചിട്ടത്, പിന്നെ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് മേടിച്ചത്, ഇതിൻ്റെയൊക്കെ വൗച്ചേഴ്സ് റെസിപ്റ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യണം. UCR UCP ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ അങ്ങനെയുള്ള UCR അക്കൗണ്ടബിൾ ഐറ്റംസ് ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട വൗച്ചേഴ്സ് ഡോക്യുമെൻറ്റ്സുമായിട്ടൊക്കെ വെച്ചൊക്കെ കമ്പയർ ചെയ്ത് നോക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഇൻകറക്റ്റ് അക്കൗണ്ട് ഐറ്റംസ്, അതായത് തെറ്റായിട്ട് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കും, ഡെയിലി അക്കൗണ്ടിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ചെക്കിങ്ങും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുമാണ് പറയുന്നത്. ഇഫ് ആഫ്റ്റർ ചെക്കിംഗ് ഓഫ് ദ ഡെയിലി അക്കൗണ്ട് എനി അക്കൗണ്ട് ഐറ്റം ഈസ് ഫൗണ്ട് ടു ബി റോങ്, അതായത് ഡെയിലി അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുവാണ്, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു, അതായത് എച്ച് അണ്ടറിലുള്ള SOകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഡെയിലി അക്കൗണ്ടുകളിൽ തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ അത് നമ്മൾ നോക്കണം. ഇഫ് എനി അക്കൗണ്ട് ഐറ്റംസ് ഇൻ ദ ഡെയിലി അക്കൗണ്ട് ഹാസ് ബീൻ ഇൻകറക്ട്ലി ടോട്ടൽഡ്, അതിനകത്ത് ഏതെങ്കിലും കാര്യങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്ന തെറ്റാണ്. ഇഫ് എനി ഇൻകറക്റ്റ് ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ബാലൻസ് ഹാസ് ബീൻ റിട്ടേൺ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ്, അപ്പോൾ അതൊക്കെ എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിലെല്ലാം ദ കറക്റ്റ് എമൗണ്ട് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ദ എച്ച്ഒയുടെ അക്കൗണ്ട്സുകളിൽ കറക്റ്റായിട്ടുള്ള എമൗണ്ട് എഴുതി വയ്ക്കണം. ബട്ട് ദ SPM's ഫിഗേഴ്സ് ഇൻ ദ ഡെയിലി അക്കൗണ്ട് ഷുഡ് നോട്ട് ബി ആൾട്ടേർഡ് ഓർ കറക്റ്റഡ് ഇൻ എനി വേ. എന്നാൽ ആ ഡെയിലി അക്കൗണ്ടിൽ SPM എഴുതി വെച്ചിരിക്കുന്ന ഫിഗറുകൾ ഒരിക്കലും ആൾട്ടർ ചെയ്യുകയോ അത് കറക്റ്റ് ചെയ്യുകയോ ചെയ്യരുതെന്നാണ് പറയുന്നത്. അറ്റാച്ച് ദ ഷോർട്ട് ഓർ എക്സസ് റെസിപ്റ്റ് ഓർ ഷോർട്ട് excess payment as the case may be, or any error that may be found in the daily account should be communicated through SO slip with the instruction if necessary how to adjust the error. അതായത് ഇങ്ങനെയുള്ള എന്തെങ്കിലും മിസ്മാച്ചുകൾ തെറ്റുകൾ ഒക്കെ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ അത് തിരുത്തേണ്ട ആവശ്യമില്ല, എന്നാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം SOയിലേക്ക് ത്രൂ SO slip with the instruction if necessary how to adjust the error. with the instructions കൂടെ വെച്ച് എങ്ങനെ ആ ഒരു തെറ്റ് തിരുത്താമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൂടെ വെച്ചിട്ട് SO slip വഴി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറയുന്നിരിക്കും. Until the error is adjusted, the required note should be written on the daily accounts received from the SO and in the remark column of the SO summary. ആ ഒരു തെറ്റ് തിരുത്തുന്നവരെ മതിയായ നോട്ടുകൾ ഷുഡ് ബി റിമാർക്കുകൾ എഴുതണം ഓൺ ദ ഡെയിലി അക്കൗണ്ട്സ് റിസീവ്ഡ് ഫ്രം ദ SO എന്ന് ലഭിക്കുന്ന ഡെയിലി അക്കൗണ്ടുകളിൽ. ആൾസോ ഓൺ ദ കോളം ഓഫ് SO സമ്മറിയുടെ കോളത്തിലും ആ ഒരു കാര്യം റിമാർക്ക് ചെയ്ത് വെക്കണം ആ തെറ്റ് തിരുത്തുന്നവരെ. SO ഡെയിലി അക്കൗണ്ട്സ് ടു ബി കോപ്പീഡ് ടു SO സമ്മറി. SO സമ്മറി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. SO സമ്മറി, BO സമ്മറി. SO സമ്മറി എന്ന് പറയുന്നത് ഒരു HOയുടെ അണ്ടറിലുള്ള എല്ലാ SOകളുടെയും കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നൊരു പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ HOs ഫോർ ഇൻകോർപ്പറേറ്റിംഗ് ദ അക്കൗണ്ട്സ് ഓഫ് ദ SOs അണ്ടർ ഇറ്റ്. അതായത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന HOയിലാണ്. അതിൻ്റെ അണ്ടറിലുള്ള SOകളുടെയൊക്കെ അക്കൗണ്ടുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആൾ ദ എൻട്രീസ് അണ്ടർ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഇൻ ദ SO സമ്മറി ആൻഡ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് വിൽ ബി കോപ്പീഡ് ഫ്രം ദ SO ഡെയിലി അക്കൗണ്ട്സ് റിസീവ്ഡ് ഈച്ച് ഡേ എക്സാക്ട്ലി as in the daily accounts. അതായത് ഈ എല്ലാ ദിവസവും ലഭിക്കുന്ന SOകളിൽ നിന്ന് ലഭിക്കുന്ന ഡെയിലി അക്കൗണ്ട്സിൽ നിന്ന് ഈ പേയ്മെൻറ്റുകൾ, റിസീപ്റ്റുകൾ, പിന്നെ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് എല്ലാം അതേപടി കോപ്പി ചെയ്ത് വയ്ക്കും SO സമ്മറിയിൽ. അൺലെസ് ദെയർ ഈസ് എറർ ഇൻ എനി ഡെയിലി അക്കൗണ്ട്സിലൊന്നും തെറ്റില്ലാത്ത പക്ഷം അതേപടി കോപ്പി ചെയ്ത് വെക്കുമെന്നാണ് പറയുന്നത് SO സമ്മറിയിലോട്ട്. ദ എൻട്രീസ് അണ്ടർ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഇൻ ദ സെവറൽ കോളംസ് ഓഫ് ദ SO സമ്മറി ഷുഡ് ബി ടോട്ടൽ ഡെയിലി ആൻഡ് ട്രാൻസ്ഫർ ടു ദ HO ക്യാഷ് ബുക്ക്. ഇതിനകത്ത് എൻട്രികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് റെസീപ്റ്റിൻ്റെ ഭാഗത്തുള്ള കോളംസ് ആയിക്കോട്ടെ, പേയ്മെൻറ്റ്സിൻ്റെ ഭാഗത്തുള്ള കോളംസ് ആയിക്കോട്ടെ, അതൊക്കെ ഡെയിലി ടോട്ടൽ ചെയ്യും. എന്നിട്ടത് HO ക്യാഷ് ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. All the daily accounts should be stamped and signed by the SAC, and after they have been examined and signed by the postmaster are kept filed in a daily bundle. എല്ലാ ഡെയിലി അക്കൗണ്ട്സും ഡേറ്റ് സ്റ്റാമ്പ് അടിച്ച് സൈൻ ചെയ്ത് SAC സബ് അക്കൗണ്ട് ക്ലർക്ക്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ദേ ഹാവ് ബീൻ എക്സാമിൻഡ് ആൻഡ് സൈൻഡ് ബൈ ദ പോസ്റ്റ് മാസ്റ്റർ. എന്നിട്ട് അത് പോസ്റ്റ് മാസ്റ്റർ എക്സാം ചെയ്ത് സൈൻ ചെയ്യും. എന്നിട്ട് അത് കെറ്റ് ഫയൽഡ് ഇൻ എ ഡെയിലി ബണ്ടിലായിട്ട് അത് ഫയൽ ചെയ്ത് വയ്ക്കും.
The transactions of SOs during the closing days of March which are not included in the SO summary for March should be entered in a supplementary SO summary for March and not in the ordinary SO summary for April. അതായത് എസ് ഒകളുടെ ട്രാൻസാക്ഷൻസ് ഈ ഒരു ക്ലോസിംഗ് ഡേയ്സ് ഓഫ് മാർച്ച്, ഈ മാർച്ച് എൻഡിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ ഈ എസ് ഒയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഈ മാർച്ച് മാസത്തിലെ എസ് ഒ സമ്മറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡിൽ വിടുന്ന എസ് ഒയിൽ വിടുന്ന അക്കൗണ്ട്സുകൾ എച്ച് ഒയിൽ എത്തുമ്പോഴത്തേക്കും ഒരു ദിവസം ഒക്കെ, ഒരു ദിവസം 2 ദിവസം ചിലപ്പം സമയമെടുക്കും. അപ്പം ഈ മാർച്ച് 31 എന്നുള്ളത് ഏപ്രിലോട്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ മാർച്ച് മാസത്തിലെ ഈ എസ് ഒകളുടെ ട്രാൻസാക്ഷൻസ് ആ മാർച്ച് മാസത്തിലെ തന്നെ എസ് ഒ സമ്മറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഒരു സപ്ലിമെൻ്ററി എസ് ഒ സമ്മറി ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ആ എൻട്രികൾ it should be entered in a supplementary SO summary for March and not in the ordinary SO summary for April. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ആ ഒരു ക്ലോസിംഗ് ഡേയ്സ് ഓഫ് മാർച്ചിൽ ഈ SOസിൽ നടന്ന ട്രാൻസാക്ഷൻസ് ഒരിക്കലും ആ ഏപ്രിലിലെ ആ SO സമ്മറിയിൽ ഏപ്രിലിൽ കീപ്പ് ചെയ്യുന്ന SO സമ്മറിയിൽ വരത്തില്ല. അത് ഈ സപ്ലിമെൻ്ററി SO സമ്മറിയിലാണ് വരുന്നത്. കാരണം ഈ SOയിൽ നിന്ന് എച്ചിലേക്ക് പോകാനുള്ള ആ ഒരു കാലതാമസം വരുന്നതുകൊണ്ടാണ് ഈ മനസ്സിലായില്ലേ ഈ ഒരു പ്രശ്നം വരുന്നത്. As soon as the SO daily account of the 31st March have all been received in the head office, the supplementary SO summary should be closed. SO daily account 31st മാർച്ചിലെ എല്ലാ SO daily അക്കൗണ്ടും HOയിൽ റിസീവ് ആകുമ്പോഴത്തേക്കും ഈ സപ്ലിമെൻ്ററി SO സമ്മറി ക്ലോസ് ചെയ്യാം. മനസ്സിലായില്ല? ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും കണക്കുകൾ ക്ലോസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്മിഷൻ ഡിലേ വരുന്നത് കൊണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം വരുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് ഈ സപ്ലിമെൻ്ററി SO സമ്മറി എന്ന് എങ്കിലും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.